നാളികേരപ്പാലിലെ ചിക്കൻ ഫ്രൈ കറി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. സവോള, ക്യാപ്സിക്കം, അതുപോലെ തന്നെ പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നല്ലവണ്ണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഏകദേശം വഴന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പൊടികളെല്ലാം ഇട്ട് സവാള ഒന്നും കൂടി വഴന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്തെടുക്കാം. തക്കാളി ചേർത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഏകദേശം ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിവിടെ ഒന്നാം പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഗ്രേവി വേണ്ടല്ലോ, ജസ്റ്റ് നല്ലൊരു തിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. താങ്ക് യു.